പുത്തൻപള്ളി ഭാഗത്ത് 90% മഴ. ലിയോസ് മൺസൂൺ ധമാക്ക. ശനി ഞായർ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ ഡിസ്കൗണ്ട്. 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. സ്മാർട്ട് പ്ലാനിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണ്ണം വാങ്ങാവുന്ന സേവിംഗ്സ് പ്ലാനുകൾ ജൂലൈ 31 വരെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കൊച്ചുമകനൊപ്പം ഇൻസ്റ്റഗ്രാം റീലുകളിൽ പ്രത്യക്ഷപ്പെട്ട 76-കാരി ഡോളി ജൂൺ ഇപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരുടെ കയ്യടി നേടുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരത്തിന്റെ ചിത്രമായ ബാലൻ സിനിമയിൽ തന്റേടിയായ അമ്മൂമ്മയുടെ വേഷത്തിലെത്തിയാണ് ഡോളി ജൂൺ ശ്രദ്ധ നേടുന്നത്. കൊച്ചുമകൻ റിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കൈപ്പറമ്പ് സ്വദേശിനിയായ ഡോളി ജൂൺ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. രസകരമായ മറുപടികളും സ്വാഭാവികമായ അഭിനയ ശൈലിയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ സിനിമയിലേക്ക് അവസരമെത്തി. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയാണ് ഡോളി ജൂണിനെ ബാലൻ ദി ബോയ് സിനിമയിലേക്ക് ക്ഷണിച്ചത്. സിനിമയിൽ തോക്കുമായി എത്തുന്ന അമ്മൂമ്മയുടെ കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. തന്റെ ഇടവും ആത്മവിശ്വാസവും നിറഞ്ഞ കഥാപാത്രത്തെ ഡോളി ജൂൺ അനായാസമായി അവതരിപ്പിച്ചുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. മുണ്ടക്കയത്ത് ജനിച്ച ഡോളി ജൂൺ പിന്നീട് കുടുംബത്തോടൊപ്പം നിലമ്പൂരിലേക്കും വിവാഹശേഷം തൃശൂരിലേക്കും താമസം മാറി. 4 പെൺമക്കളുള്ള കുടുംബത്തിലെ ഒരാൾ മരിച്ചു. ഭർത്താവ് ജോസ് താര ജൂൺ വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. ഇപ്പോൾ ഡോളി ജൂൺ കൊച്ചുമകൻ റിയോയുടെ വെള്ളയപ്പം നിർമ്മാണ സംരംഭത്തിൽ സഹായിക്കുകയും സജീവമാകുകയും ചെയ്യുന്നു. ഒരു കാലത്ത് അമ്മൂമ്മയുമായുള്ള റീലുകൾ ചിത്രീകരിക്കുന്നതിൽ നിന്ന് റിയോയെ വിലക്കിയിരുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് ഡോളി ജൂണിന്റെ സിനിമാ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്ന് കുടുംബം പറയുന്നു. സിനിമയിൽ അഭിമാനിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്ന ഡോളി ജൂണിന് ഒരു സ്വപ്നം കൂടിയുണ്ട്. മലയാളത്തിന്റെ പ്രമുഖ താരങ്ങളായ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ കൂടെ ചെറിയ ഒരു കഥാപാത്രമെങ്കിലും അഭിനയിക്കണമെന്നാണ് ആ ആഗ്രഹം. അപ്രതീക്ഷിതമായി ലഭിച്ച താരപദവിയും പ്രേക്ഷകരുടെ സ്നേഹവും ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഡോളി അമ്മൂമ്മ. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ഡോളി ജൂൺ. ഞാൻ കൈപ്പറമ്പ് സ്വദേശിയാണ്. ജനിച്ചു വളർന്നൊന്നും ഇവിടെ അല്ലെങ്കിലും ഇപ്പം താമസം ഇവിടെയാണ്. ഇതുവരെയായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ജീവിതം. ഇവിടെ വന്നിട്ട് 5 വർഷമായുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മോൻ പേരക്കുട്ടി ഇങ്ങനെ റീൽസൊക്കെ ഇട്ടിട്ട് അത് കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. അങ്ങനെ അവർ വന്ന് ചോദിച്ചു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി വയനാട്ടിൽ 1.5 മാസത്തോളം വോൾട്ട് ചെയ്ത് സിനിമയൊക്കെ ഭംഗിയായി എടുക്കാൻ ദൈവം അനുവദിച്ചു. എല്ലാം ഭംഗിയായി. സിനിമ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി. പിന്നെ 1.5 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ ഈ സിനിമയിൽ സഹായിച്ച എല്ലാ ഗണപതി, ചിദംബരം, അതേപോലെയുള്ള എല്ലാ വ്യക്തികളും പൊന്നുപോലെ എന്നെ നോക്കി എൻ്റെ ഈ പ്രായത്തിൽ എന്നെ ഇത്രത്തോളം നോക്കി പരിപാലിച്ചത് അവരാണ്. അതുകൊണ്ട് അവരോടെല്ലാം ഞാൻ വളരെയധികം കൃതജ്ഞത പറയുന്നു. പിന്നെ എൻ്റെ ദേശത്തോടും എൻ്റെ നാട്ടുകാരെല്ലാം വളരെ സന്തോഷമായിട്ടാണ് ഇപ്പം എന്നോട് പെരുമാറുന്നത്. ഈ നാട്ടിൽ എന്നെ അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരും അറിയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്, ബഹുമാനമുണ്ട്, അഭിമാനമുണ്ട്. ഈ പ്രായത്തിൽ ഇന്നിങ്ങനെ ചെയ്യാൻ എന്നെ ദൈവം അവസരം തന്നതായിട്ട് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. You are watching VCV News.